ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂർ നഗരസഭ കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യ കൗൺസിലർ സ്ഥാനം രാജിവെച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചും വികസനം നടപ്പാക്കിയതിൽ VK ശ്രീകണ്ഠൻ MP പക്ഷപാതപരമായി ഇടപെട്ടു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് രാജി. വൈകിട്ടോടെയാണ് സന്ധ്യ നഗരസഭാ അധ്യക്ഷന് രാജിക്കത്ത് നൽകിയത്. 10 വർഷമായി അന്തിമഹാകാളഞ്ചിറ വാർഡിലെ കോൺഗ്രസ് കൗൺസിലറാണ് സന്ധ്യ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടിയെടുത്ത നിലപാടിൽ പ്രതിഷേധമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിലുള്ള പ്രതിഷേധമാണിത്. MLA സ്ഥാനം രാജിവെച്ചതിനു ശേഷം ആരോപണം തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അതുണ്ടായില്ല. ഷൊർണൂരിലെ DCC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കമ്മിറ്റികളിലും പറഞ്ഞിട്ടില്ല. VK ശ്രീകണ്ഠൻ MP ഷൊർണൂരിൽ എല്ലായിടത്തും ഹൈമാസ്റ്റ് ലൈറ്റും വഴിവിളക്കുകളും നൽകി. ഇത് തൻ്റെ വാർഡിലേക്കും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരിഗണിച്ചില്ല. ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരെ ഇക്കാര്യം അറിയിച്ചെങ്കിലും പരിഗണിച്ചില്ലെന്നും സന്ധ്യ പറയുന്നു. ഞങ്ങളിവിടെ സംസാരിക്കുന്ന DCC സെക്രട്ടറി ശ്രീകൃഷ്ണേട്ട പേപ്പറിൽ കൊടുത്തിരുന്നല്ലോ, വിനയൻ ഇതിന്റെ വിനയം കൊടുത്തിരുന്നല്ലോ പേപ്പറിൽ. പ്രതിഷേധമുണ്ട്, ഞാൻ എല്ലാ സ്ഥാനഭാരവാഹിത്വം രാജിവെച്ച കോൺഗ്രസ് പ്രവർത്തകനായിട്ട് തുടരുന്നാണല്ലോ വിനയം പേപ്പറിൽ കൊടുത്തത്. ഞങ്ങൾക്കൊക്കെ പ്രതിഷേധം, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടേതായ അഭിപ്രായങ്ങളില്ലേ. നമുക്കതിപ്പോ അവരോട് പോയിട്ട് നേരിട്ട് പോയിട്ട് പറയണോ? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് MP-യോട് ഞാൻ ചെന്ന് പറയണോ? വാർഡിലത്തെ വിഷയം, ജനങ്ങളുടെ വിഷയം പറയാൻ വിളിച്ചിട്ട് നേരമില്ലാത്ത MP-യോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറയാൻ പോണോ? എന്താ കാര്യം എന്ന് കേൾക്കാൻ പോലും ആള് തയ്യാറായില്ലല്ലോ. ഫോൺ എടുത്തപ്പോ എന്താ പറഞ്ഞു, ഞാൻ ഇത്തിരി തിരക്കിലാണ്, എനിക്കിപ്പോ സംസാരിക്കാൻ നേരമില്ലാന്ന്. എടുത്ത വഴിക്ക് പറഞ്ഞതാണ്. എന്താ കാര്യം എന്ന് പോലും ആള് കേൾക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ ഇപ്പൊ എന്നിട്ട് ഞങ്ങൾ പോയി പറഞ്ഞു, റോഡേ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല, ഞങ്ങൾക്ക് ഒരു ഹൈമാക്സ് ലൈറ്റ് എങ്കിലും വാർഡിലേക്ക് തായെന്ന് ഞാനും സീനിയർ കൗൺസിലറും ശ്രീകല കൗൺസിലറും കൂടിയിട്ടാണ് ചെന്ന് പറഞ്ഞത്. ഇവര് പറയട്ടെ ഇല്ല എന്നുള്ളത്. അവരത് പറഞ്ഞു, അവർക്കും കിട്ടിയിട്ടില്ല. അവരത് പ്രതിഷേധം പറഞ്ഞല്ലോ പാർട്ടിയോട്. ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് പോയി പറഞ്ഞിട്ട് കൂടുതലുള്ള ഒരു കൗൺസിലർക്ക് കൊടുത്തു, ഞങ്ങൾക്ക് എന്താ രണ്ടാൾക്ക് തരാനെന്ന് ചോദിച്ചല്ലോ. അല്ലാതെ അവരങ്ങനെ തന്നെ പറയുള്ളൂ. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ തന്നെയല്ലേ പറയുള്ളൂ. ഇതിനു മുന്നിൽ പല വിഷയങ്ങൾ പാർട്ടി ഇതിലുണ്ടായിട്ടും ഇവരൊക്കെ സംസാരിക്കാനായിട്ടും നമ്മുടെ തുളസി ടീച്ചർ അടക്കം വന്ന മീറ്റിങ്ങിൽ പരാതി എന്റെ വാർഡിലത്തെ പ്രവർത്തകർ പറഞ്ഞിട്ട് അതുപോലും എന്താണ് കാരണം എന്നുള്ളത് ചോദിക്കാനോ ഇതുവരെ MP എന്നെ വിളിച്ചിട്ടില്ല. തുളസി ടീച്ചർ അവര് ഭാര്യയാണല്ലോ. തുളസി ടീച്ചർ ഉള്ള മീറ്റിങ്ങിലാണ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാർഡിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത്. കൗൺസിലറായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത്. അത് എന്താന്ന് വിളിച്ച് ചോദിക്കാൻ, ഒരു കൗൺസിലർ ആണല്ലോ, എന്താന്ന് വിളിച്ച് ചോദിക്കാൻ ആൾ തയ്യാറാവണ്ടേ? അത് കഴിഞ്ഞ് ഞാൻ ഈ റോഡിന്റെ വിഷയം പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ ഇതും കൂടി ഈ വാർഡിലത്തെ ഈ വിഷയങ്ങളും പറയണം, ഇവരായിട്ടുള്ള പ്രശ്നങ്ങൾ പറയണം, ഈ റോഡിന്റെ വിഷയം പറയണുണ്ട്. മണ്ഡലം പ്രസിഡന്റ് അനില് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ അനിലിനോട് പറഞ്ഞല്ലോ, വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നേരില്ല, ഞാൻ തിരക്കില്ലാന്ന് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ട് കാര്യം പോലും കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. മറ്റേ ബഷീർ കോൺഗ്രസ് പ്രസിഡന്റ് ആണല്ലോ, ഞാൻ ആളോട് ചോദിച്ചു ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഹൈമാക്സ് ലൈറ്റിന്റെ കാര്യം എന്നോട് സംസാരിച്ചു. അപ്പൊ പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീകണ്ഠനോട് ഞാൻ സംസാരിച്ചു, ഇങ്ങനെ അവിടെ ഭയങ്കര വിഷയമായിട്ടുണ്ട് ഹൈമാക്സ് ലൈറ്റ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു MP എന്താ മറുപടി പറഞ്ഞു ചോദിച്ചപ്പോ, നിനക്കറിയില്ലേ സന്ധ്യ, ശ്രീകണ്ഠന്റെ നിനക്കറിയാലോ എന്നെക്കാളും കൂടുതൽ ശ്രീകണ്ഠനെ, അതൊന്നും ഒരു വിഷയമില്ല. ഇത്രയും കാലം സംസാരിക്കാൻ ഇതിനൊന്നും നേരമില്ലാത്ത ആൾക്കാര് ഞാൻ രാജിവെക്കുന്ന കേട്ട എല്ലാവരും സംസാരിക്കാൻ തയ്യാറായിട്ട് വരുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഞാൻ ഇത്രയും 10 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്റെ വാർഡില്. ഞാൻ പണിയെടുത്തതും ചെയ്തതും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. ഒരാള് സഹായത്തിന് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഫണ്ട് കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്കൊന്നും അവിടെ ചെയ്യാനില്ല. പിന്നിപ്പോ എന്താ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഒരു MP ഉണ്ടായിട്ട് നമുക്കൊരു കാര്യം ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമം തന്നെയല്ലേ. അപ്പൊ ഇപ്പൊ ഇവര് പറഞ്ഞപ്പോഴെങ്കിലും പറയായിരുന്നില്ലേ ഒരു വാക്ക്, ഇത് കൊടുക്കാം അല്ലെങ്കിൽ അടുത്തേൽ കൊടുക്കാം. എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് എന്തുകൊണ്ട് അവരോട് പറഞ്ഞില്ല? എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് എന്തുകൊണ്ട് ഇവരോട് പറഞ്ഞില്ല? പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. ഇപ്പൊ അതൊന്നും ആരും പറഞ്ഞുണ്ടാക്കണ്ട. പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. പിന്നെ ഒരു പാർട്ടിക്കാരും കണ്ടിട്ട് അവർ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ശ്രീകണ്ഠേട്ടന്റെ ഇലക്ഷൻ സമയത്ത്, ഈ 2ാം പ്രാവശ്യം നിന്ന് MP ഇലക്ഷൻ സമയത്ത് MR മുരളിയേട്ടൻ ഇവിടെ എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചതാണ്. വിജയേട്ടൻ പോയതിന്റെ പിന്നാലെ വന്ന് സംസാരിച്ചതാണ്. പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ഓഫറുകളും എനിക്ക് തന്നതാണ്. അങ്ങനെ പോണ ഒരാൾ, അത് മോഹിച്ച് പോണ ഒരാളാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പോയില്ലേ? ഞാൻ പോയില്ലല്ലോ. ആ വിഷയങ്ങൾ ഫുള്ളും ശ്രീകണ്ഠേട്ടന്റെ കൂടെ ഇലക്ഷനും കാറിൽ നഗരസഭാ പ്രദേശത്തെ എല്ലാ ഭാഗത്തും ഞാനും സീനിയർ കൗൺസിലും കൂടി MP-യുടെ വണ്ടിയിലാണ് കയറിയിട്ടാണ് എല്ലാ പ്രദേശത്തെ ഇലക്ഷൻ വർക്കിന് പോയത്. വാർഡിൽ ബൂത്തിലും അല്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ വാർഡിൽ 3 റൗണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ആളുടെ കൂടെ അല്ലാത്ത സമയമൊക്കെ ആളുടെ കൂടെ ഞാൻ നഗരസഭാ പ്രദേശത്ത് പോയിട്ടുണ്ട്. ഇതെല്ലാം ഇവര് വന്ന കാര്യം, സംസാരിച്ച കാര്യം ഒക്കെ ആളെ ഞാൻ അറിയിച്ചതാണ്. അന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് പോവായിരുന്നില്ലേ? ഞാൻ പോയിട്ടില്ലല്ലോ. പിന്നെ എന്താണ് ഈ താല്പര്യം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ അന്ന് ഒരു ബാങ്കിലായിരുന്നു എനിക്ക് ഓഫർ ഉണ്ടായിരുന്നത്. അതല്ലേ എനിക്ക് സേഫ് പോവായിരുന്നില്ലേ. അന്ന് വിജയേട്ടൻ പോയ ടൈമാണല്ലോ. അപ്പൊ എനിക്ക് ഒരു കാരണം വേണ്ട, എനിക്ക് അപ്പൊ പോയാൽ മതിയായിരുന്നല്ലോ വിജയേട്ടന്റെ കൂടെ. വന്നതാണ്, എന്റെ വീട്ടിൽ വന്ന കാര്യം ഞാൻ പറയണേ, നോണിയൊന്നല്ല. അത് ഫ്രണ്ടിനോട് എല്ലാം ആള് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് ഞാൻ വ്യക്തമായിട്ട് ആളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്റെ കൂടെ കേൾക്കാൻ സീനിയർ കൗൺസിലറും ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ, അവരോട് ചോദിച്ചു നോക്കൂ. അപ്പൊ നമുക്കിതിപ്പോ എന്താ അതങ്ങനെ തന്നെയല്ലേ, രാഷ്ട്രീയമാകുമ്പോ അങ്ങനെ തന്നെ, അങ്ങനെ പറയില്ല. അപ്പോഴും നമ്മുടെ വിഷമങ്ങളും ഇതൊന്നും അവര് പറയണില്ല, കണ്ടില്ലേ. അതൊന്നും അവർക്ക് പറയാൻ ഇപ്പൊ ഇല്ല അല്ലേ. ആയിക്കോട്ടെ, അല്ല എനിക്കിതിലൊന്നും ഇനി മറുപടി ഇല്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞോട്ടെ, രാഷ്ട്രീയമായിട്ട് അവർ പലതും പറയും. ഇല്ല, ഇപ്പൊ ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ വിട്ടു നിൽക്കാന്ന് തന്നെയാണ്. എന്താ വെച്ചാൽ ഈ 10 കൊല്ലം ഒരു പാർട്ടിയിൽ വിശ്വസിച്ചിട്ട് നമ്മള് അത്രയും ഇതായിട്ട് നിന്ന് പ്രവർത്തിച്ചതാണ്. അപ്പൊ നമുക്കിത് മനസ്സിലായിട്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയത്. ഞാൻ ഈ മണ്ഡലം പ്രസിഡന്റായാലും ബ്ലോക്ക് പ്രസിഡന്റായാലും കരഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ, നമ്മൾ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് പോലും നിങ്ങളിത് ഞങ്ങളോട് പറഞ്ഞില്ല. ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ഇവരോട് ചോദിച്ചത്. അത്ര വിഷമമുണ്ടാക്കിയ കാര്യമാണ് ഇത്. തൊട്ട് വാർഡിൽ വെക്കുക എന്തിയുടെ ലൈറ്റ്. ഞാൻ തൊട്ട് വാർഡാണ് ഈ 15-ാം വാർഡും 31-ാം വാർഡും. അപ്പൊ നമുക്കത് ആൾക്കാർ കാണുമ്പോൾ ചോദിക്കുമ്പോൾ എന്താ ഇത്രയും നാൾ നിന്നിട്ട് എന്താ സന്ധിക്ക് കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി അവരോട് പറയേണ്ടത്? ചോദിച്ചതാണ്, നമ്മൾ ചോദിക്കാത്ത കാര്യമില്ല, ചോദിച്ച കാര്യമാണ്. കേൾക്കാനുള്ള കൂടുതൽ കൗൺസിലർമാരുണ്ടല്ലോ, നമുക്കല്ലാതെ എനിക്ക് നോണയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ കാര്യത്തിൽ ജനങ്ങളുടെ കാര്യം, എന്റെ വീട്ടിലത്തെ കാര്യത്തിനല്ലല്ലോ ഞാൻ ഇന്ത്യയെ വിളിച്ചത്, സംസാരിക്കുന്നതും ചോദിക്കുന്നതും. അതേസമയം ഇത്തരമൊരു ആവശ്യം സി സന്ധ്യ ഉന്നയിച്ചിട്ടില്ലെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. രാജിക്ക് പുറകിൽ വ്യക്തിപരമായ താല്പര്യങ്ങളാകാമെന്നും VK ശ്രീകണ്ഠൻ MP പറയുന്നു. ഇവരൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല, ഇത് പച്ചക്കള്ളം പറയാം. മറ്റെന്തോ കാര്യം നേടാൻ വേണ്ടിയാണ് ചെയ്യുക, അല്ലാതെ വേറെ കാര്യം. അത് കുറച്ചായി അവർക്ക് ജോലി വേണം പറഞ്ഞിരുന്നു. അപ്പൊ അത് ഏതോ പിൻവാതിൽ വഴി കൊടുക്കാന്ന് പറഞ്ഞതായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഈ പറഞ്ഞ തെറ്റാണ്. അവര് രേഖാമൂലോ നേരിട്ടോ അവരെ വാർഡില് ഇത് ലൈറ്റ് എന്ന് പറയുന്നത് ഐമാസ് ലൈറ്റാ, അത് ആവശ്യപ്പെട്ടിട്ടുമില്ല. അത് പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് അനുവദിച്ചിട്ട്, അതില് രാഷ്ട്രീയം നോക്കിയിട്ടല്ല അനുവദിച്ചിട്ടുള്ളതൊക്കെ. പിന്നെ മൊത്തം മുനിസിപ്പാലിറ്റിയിലേക്കാണ് നമ്മൾ ഈ മറ്റേ ആശുപത്രി കൊടുക്കുന്നത്. അതേതെങ്കിലും വാർഡിലല്ലല്ലോ, എല്ലാവർക്കും വേണ്ടിയല്ലേ. അപ്പൊ CPM ഭരിക്കുന്ന പഞ്ചായത്താണോ നോക്കിയിട്ടല്ല ചെയ്തത്. തുറന്നുള്ളിൽ ജനങ്ങളുടെ ആവശ്യം ഇന്നതായിരുന്നു, അതുകൊണ്ടാണ് ആ 1 കോടി രൂപ കൊടുത്തത്. അപ്പോ ഇതാണ് വ്യക്തികളെ പാർട്ടിയോ നോക്കിയിട്ടല്ല MP ഫണ്ട് അനുവദിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.